ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൽ ഫോർ ലിറ്ററേച്ചർ. ഇന്ന് ടാഗ് ക്വസ്റ്റ്യൻ എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലോട്ട് എൻ്റർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലാണ് ടാഗ് ക്വസ്റ്റ്യൻ എന്താണെന്നും അതുപോലെ തന്നെ ടാഗ് ക്വസ്റ്റ്യൻ്റെ യൂസേജസും രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലോട്ട് വരിക. സോ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ടാഗ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. A negative sentence does not necessarily mean one with negative verb. It may have a positive verb with a negative subject, object or complement, or a negative adverb that modifies the verb. If there is a negative statement, the tag should be positive. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ വേർബ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമല്ല. ഒരു പക്ഷേ വേർബ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റോ ഒബ്ജക്റ്റോ കോംപ്ലിമെൻറ്റോ അതല്ലെങ്കിൽ നെഗറ്റീവ് ആഡ്വേർബ്സോ ഒക്കെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അതിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആവുമ്പോൾ നമ്മൾ ടാഗ് പോസിറ്റീവാണ് ചേർക്കേണ്ടതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഒരു വേർബ് മാത്രമല്ല നെഗറ്റീവ് ആവാൻ ചാൻസ് ഉള്ളത്, അതിൻ്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ കോംപ്ലിമെൻറ്റോ ആഡ്വേർബോ ഇതിലേത് വേണമെങ്കിലും എന്താണ് നെഗറ്റീവായിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് ഹാവ് സം എക്സാമ്പിൾസ് ഫോർ ദ ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് എക്സാമ്പിൾ, none of the food was tasty, was it? None of the food was tasty, was it? ഇവിടെ നൺ ഓഫ് ദ ഫുഡ് എന്നുള്ളതാണ് സബ്ജക്റ്റ് പാർട്ട്. അപ്പോൾ സബ്ജക്റ്റ് പാർട്ടിലാണ് ഇവിടെ നൺ എന്നുള്ള നെഗറ്റീവ് വേർഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് നെഗറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. സോ we used was it, that is a positive tag. Next one, we saw no one we knew, did we? ഇവിടെ no one എന്നുള്ളതാണ് നെഗറ്റീവ് വേർഡ് അല്ലേ. no one വന്നിട്ടുള്ളത് സബ്ജക്റ്റ് പാർട്ടിലോ വേർബ് പാർട്ടിലോ അല്ല, മറിച്ച് എന്താണ് ഒബ്ജക്റ്റ് പാർട്ടിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റൻസ് എന്താണ് നെഗറ്റീവാണ്. no one എന്നുള്ള നെഗറ്റീവ് വേർഡ് യൂസ് ചെയ്തതുകൊണ്ട് ഈ സെൻറ്റൻസ് എന്താണ് നെഗറ്റീവാണ് അല്ലേ. സോ വി യൂസ്ഡ് ഡിഡ് വി ആസ് എ പോസിറ്റീവ് ടാഗ് ഹിയർ. ഇനി എങ്ങനെയാണ് നമ്മൾ ഡിഡ് ഇവിടെ യൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഡിഡ് യൂസ് ചെയ്തത്? കാരണം ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണല്ലേ. എങ്ങനെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കിയത്? സോ എന്നുള്ള വേർബ് കണ്ടാലേ നമുക്ക് മനസ്സിലാവും അല്ലേ. സോ എന്നുള്ളത് സി എന്നുള്ള വേർബിൻ്റെ പാസ്റ്റ് ആണല്ലേ. സോ നമ്മൾ ടാഗ് ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ടെൻസ് കൂടെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, വി സോ നോ വൺ വി ന്യൂ ഈസ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഇസ് വൈ വി യൂസ്ഡ് ഡിഡ് വി ആസ് എ പോസിറ്റീവ് ടാഗ് ഹിയർ. Next example, nobody has eaten yet, has they? Nobody has eaten yet, has they? ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പാർട്ടിലാണ് നോബഡി എന്നുള്ള നെഗറ്റീവ് വേർഡ് കാണുന്നത് അല്ലേ. എനിവേ, വി യൂസ്ഡ് എ പോസിറ്റീവ് ടാഗ് ഹാസ് ദേ. നെക്സ്റ്റ് വൺ, 100 rupees ഈസ് നത്തിങ് നൗ എ ഡേയ്സ്. 100 rupees ഈസ് നത്തിങ് നൗ എ ഡേയ്സ്. ഇവിടെ നമ്മൾ നത്തിങ് എന്നുള്ള നെഗറ്റീവ് വേർഡ് കാണുന്നുണ്ട്. ദാറ്റ്സ് വൈ വി യൂസ്ഡ് ഈസ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ടാഗ് ഹിയർ. ലാസ്റ്റ് വൺ, ദ പ്രസൻറ്റ് ഡെമോക്രസി ടേക്സ് അസ് നോ വേർ, ഡസ് ഇറ്റ്? ഇവിടെ നോ വേർ എന്നുള്ളതാണ് നെഗറ്റീവ് വേർഡ് ആൻഡ് വി യൂസ്ഡ് ഡസ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ടാഗ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വെൽ. ആൻഡ് നൗ നെക്സ്റ്റ് ടോപ്പിക് or next point is semi-negatives like little, few, hardly, scarcely, rarely and seldom are treated as negatives and take a positive tag. സെമി നെഗറ്റീവ്സ് ആയിട്ടുള്ള ഈ വേർഡ്സ് കാണുമ്പോഴൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി പോസിറ്റീവോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവോ അല്ലാത്ത സെൻറ്റൻസുകളാണ് ഈ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള ഒരു സെൻറ്റൻസ് വെച്ച് ടാഗ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സെമി നെഗറ്റീവ്സ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാഗ് എപ്പോഴും പോസിറ്റീവായിരിക്കും വരുന്നുണ്ടാവുക. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂ പീപ്പിൾ തോട്ട് അബൌട്ട് ഇറ്റ്, ഡിഡ് ദേ? അതുപോലെ തന്നെ ലിറ്റിൽ പ്രോഫിറ്റ് ഹാസ് ബീൻ മെയ്ഡ്, ഹാസ് ഇറ്റ്? ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഫ്യൂ പീപ്പിൾ തോട്ട് അബൌട്ട് ഇറ്റ്, ഡിഡ് ദേ? ഫ്യൂ ഹിയർ മീൻസ് നോ പീപ്പിൾ തോട്ട് അബൌട്ട് ഇറ്റ്. കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ഫ്യൂ ലിറ്റിൽ ഇതൊക്കെ
ടാഗ് ക്വസ്റ്റ്യനിൽ കാണുന്നത് കേട്ടോ. സോ ദാറ്റ്സ് വൈ ഫ്യൂ പീപ്പിൾ തോട്ട് അബൌട്ട് ഇറ്റ് ഡിഡ് ദേ. ഇറ്റ് മീൻസ് നോ പീപ്പിൾ തോട്ട് അബൌട്ട് ഇറ്റ് ഡിഡ് ദേ. ഓക്കെ. ലിറ്റിൽ പ്രോഫിറ്റ് ഹാസ് ബീൻ മെയ്ഡ്. ഇവിടെ ലിറ്റിലിൻ്റെ മീനിങ് നോ പ്രോഫിറ്റ് ഹാസ് ബീൻ മെയ്ഡ് എന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ടാഗ് യൂസ് ചെയ്തു, ഹാസ് ഇറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ, വി കുഡ് സ്കാർസ്ലി ഫോളോ ഹിസ് സ്പീച്ച്, കുഡ് വി. ഇവിടെ സ്കാർസ്ലി എന്നുള്ള നെഗറ്റീവാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, സെമി നെഗറ്റീവാണ്. എങ്കിലും ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ് കൊടുക്കുന്നത്. സോ വി കുഡ് നോട്ട് ഫോളോ ഹിസ് സ്പീച്ച് എന്നാണ് അതിൻ്റെ മീനിങ് വരിക. സോ വി യൂസ്ഡ് കുഡ് വി ആസ് എ പോസിറ്റീവ് ടാഗ്. He seldom comes here nowadays. He seldom comes here nowadays. Does he? So, നമ്മൾ പോസിറ്റീവ് ടാഗാണ് എപ്പോഴും സെമി നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെൻറ്റൻസിൻ്റെ കൂടെ കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കി. ഷീ ഈസ് എ ലിറ്റിൽ ഗേൾ, ഈസ് ഷീ. ഇൻകറക്റ്റ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയേ? കറക്റ്റ് ആണല്ലോ, ലിറ്റിൽ ആയിട്ടുള്ള സെമി നെഗറ്റീവ് ആണല്ലോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ വൈ ഇറ്റ് ഈസ് ഇൻകറക്റ്റ്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. ഷീ ഈസ് എ ലിറ്റിൽ ഗേൾ, ഈസ് ഷീ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആവാൻ കാരണം ലിറ്റിൽ എന്നുള്ള വേർഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഗേൾ എന്ന് പറയുന്ന ആ ഒരു നൗണിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു അഡ്ജക്റ്റീവാണ് ഇത് ലിറ്റിൽ എന്നുള്ളത്. സോ ഇവിടെ ലിറ്റിലിൻ്റെ മീനിങ് സ്മോൾ എന്നാണ് വരുന്നത് കേട്ടോ. സോ ഷീ ഈസ് എ സ്മോൾ ഗേൾ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ആ സെൻറ്റൻസ് പോസിറ്റീവാണ്. ഷീ ഈസ് നോട്ട് ഗേൾ എന്നുള്ള മീനിങ് അല്ല അവിടെ വരുന്നത് കേട്ടോ. അവിടെ ലിറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റൻസ്, ആ ഒരു ടാഗ് ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഷീ ഈസ് എ ലിറ്റിൽ ഗേൾ, ഈസ് ഇൻ ഷീ എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഫ്യൂ, ലിറ്റിൽ ഇതൊക്കെ സെമി നെഗറ്റീവ്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ടാഗ് ക്വസ്റ്റ്യനിൽ. പക്ഷേ എ ഫ്യൂ, എ ലിറ്റിൽ എന്നൊക്കെ വെച്ചിട്ട് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. എ ഫ്യൂ, എ ലിറ്റിൽ എന്ന് കണ്ടാൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പോസിറ്റീവ് ആയിരിക്കും എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഫ്യൂ സ്റ്റുഡൻസ് കെയിം പ്രിപ്പയർഡ്, ഡിഡിൻറ്റ് ദേ. നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഡിഡിൻറ്റ് ദേ എന്നുള്ള നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റൻസിൽ എ ഫ്യൂ സ്റ്റുഡൻസ് കെയിം പ്രിപ്പയർഡ് എന്നുള്ള സെൻറ്റൻസിൽ നമുക്ക് ഓക്സിലറി വെർബ്സ് കാണുന്നില്ല. അങ്ങനെയുള്ള കേസിൽ ഡു, ഡസ്, ഡിഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം ടെൻസിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ എ ഫ്യൂ സ്റ്റുഡൻസ് കെയിം പ്രിപ്പയർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കെയിം എന്നുള്ളത് പാസ്റ്റ് ടെൻസിലെ വേർബാണ്. അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡു, ഡസ്, ഡിഡ് എന്നുള്ളതിൽ ഡിഡ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും ഡിഡ് ആണ് നമ്മൾ ചേർക്കുന്നത്. ഡൂൺ, ഡസും നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ മാത്രമേ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. സോ വി യൂസ്ഡ് ഡിഡിൻറ്റ് ദേ ആസ് എ നെഗറ്റീവ് ടാഗ് ഫോർ ദിസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയ സെയിം പാറ്റേൺ ആണല്ലേ. എ ലിറ്റിൽ വർക്ക് വാസ് ഡൺ, വാസിൻറ്റ് ഇറ്റ്. എ ലിറ്റിൽ വർക്ക് വാസ് ഡൺ എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്സിലറി വേർബ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ വാസിൻറ്റ് ഇറ്റ് എന്നുള്ള നെഗറ്റീവ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ adverb only may take either a positive or a negative tag. The positive is more common. ഇനി ഓൺലി എന്ന് പറയുന്ന adverb വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എപ്പോഴും എന്താണ്, ഒരു പോസിറ്റീവ് ടാഗാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇൻ കേസ് ചില കേസുകളിൽ എന്താണ്, നമുക്ക് ഒരു നെഗറ്റീവ് ടാഗും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും കറക്റ്റാണ്. കോമൺ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ടാഗാണ് ഓൺലി എന്ന ആഡ്വേർബ് കാണുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കൊടുക്കാറുള്ളത്. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. There were only 10 boys present. Were there. ഇവിടെ ഓൺലി എന്നുള്ള ആഡ്വേർബ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ were there എന്നുള്ള ഒരു പോസിറ്റീവ് ടാഗാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കോമൺ ആയിട്ട് പോസിറ്റീവാണ് യൂസ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. There were only 10 boys present. Were in there. രണ്ട് കേസ് യൂസ് ചെയ്താലും കറക്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ക്യാൻ യൂസ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് ടാഗ് ആസ് അവർ വിഷ് for a statement that includes the adverb only. Next point, if a personal pronoun is the subject of the statement, then this same pronoun is repeated as the subject of the tag.
പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഈ 7 പേഴ്സണൽ പ്രോനൗൺസ് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേഴ്സണൽ പ്രോനൗണാണ് ടാഗിലും യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഈസ് ഇൻ ഷീ. ഇവിടെ ഷീ എന്നുള്ള സബ്ജക്റ്റാണ്, പേഴ്സണൽ പ്രോനൗണാണ് സബ്ജക്റ്റിൽ നമ്മൾ കാണുന്നത്. അതേ ഷീ എന്ന് പറയുന്ന പ്രോനൗണാണ്, പേഴ്സണൽ പ്രോനൗണാണ് നമ്മൾ ടാഗിലും യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ, ഈസ് ഇൻ ഷീ അല്ലേ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ സെയിം പാറ്റേൺ ആണ്. ഹീ ഈസ് സോ ബ്രില്യൻറ്റ് ഈസ് ഇൻ ഹീ. ഹീ എന്നുള്ള പേഴ്സണൽ പ്രോനൗൺ യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ അതേ പ്രോനൗണ് എവിടെയും യൂസ് ചെയ്തു, ടാഗിലും യൂസ് ചെയ്തു അല്ലേ, ഈസ് ഇൻ ഹീ. ഹീ കംപ്ലീറ്റഡ് ഹീസ് വർക്ക് ഡിഡിൻറ്റ് ഹീ. ഇവിടെ എന്താണ്, ഹീ ആണ് പേഴ്സണൽ പ്രോനൗൺ, അത് തന്നെ നമ്മൾ എവിടെ റിപ്പീറ്റ് ചെയ്തു, ടാഗിലും റിപ്പീറ്റ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് പോയിന്റ്, ദ പ്രോനൗൺ വൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ ടാഗ്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സെൻറ്റൻസിൽ വൺ എന്നുള്ള പ്രോനൗണാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ടാഗിലും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയേ, വൺ ഷുഡ് നോട്ട് ബി ടു കെയർഫുൾ ഷുഡ് വൺ. ഇവിടെ വൺ എന്നുള്ള പ്രോനൗണാണ് സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ വൺ എന്നുള്ള ആ ഒരു പ്രോനൗണ് ടാഗിലും റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൺ എവിടെ പ്രോനൗണായിട്ട് കണ്ടാലും നമ്മൾ ആ വൺ തന്നെയാണ് ടാഗിൽ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ദ ടാഗ് ഫോർ ഐ ആം ഈസ് ആർ ഇൻ ഐ. ദ ടാഗ് ഫോർ ഐ ആം ഈസ് ആർ ഇൻ ഐ. ഇപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ അറിയാത്ത ഒരാളാണെങ്കിൽ അവിടെ ആമിൻ്റെ ഐ എന്നൊക്കെ ചേർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആമിൻ്റെ ഐ എന്ന് ചേർക്കില്ല, ആറിൻ്റെ ഐ എന്ന് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. എക്സാമ്പിൾസ് നോക്കിയേ, ആം എ ടീച്ചർ ആർ ഇൻ ഐ. ആം ബ്യൂട്ടിഫുൾ ആർ ഇൻ ഐ. ആം നോട്ട് ക്രൈയിങ് ആം ഐ. ആം നോട്ട് എ വിക്ടിം ആം ഐ. സോ ആം എ ടീച്ചർ എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ആറിൻ്റെ ഐ എന്നുള്ള നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഐ ആം എന്നുള്ളതിൻ്റെ നെഗറ്റീവാണ് ഏത്, ആറിൻറ്റ് എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് two examples are positive, that's why we used R and I as a negative tag in these two sentences, and the last two sentences are negative, that's why we used am I as a positive tag in these two sentences. Next one, used to should have did or didn't as its tags depending upon whether the statement is positive or negative. ഇനി യൂസ്ഡ് ടു എന്ന് നമ്മൾ ഏതെങ്കിലും സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഡ് ഓർ ഡിഡിൻറ്റ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ടാഗായിട്ട് യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നറിയോ, അതിൻ്റെ സെൻറ്റൻസിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിനനുസരിച്ച് ഡിഡ് ഓർ ഡിഡിൻ നമ്മൾ യൂസ് ചെയ്യണം. എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. ഹി യൂസ്ഡ് ടു ബി എ ഗുഡ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. ഈ ഒരു സെൻറ്റൻസ് എന്താണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണല്ലേ, നമുക്കതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും കാണുന്നില്ല. ദാറ്റ്സ് വൈ വി യൂസ്ഡ് ഡിഡിൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ നെവർ യൂസ്ഡ് ടു ലിവ് ഇൻ ഡൽഹി. ഈ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം എന്താണ്, നെവർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് അവിടെ ഉണ്ടല്ലേ. ഷീ നെവർ യൂസ്ഡ് ടു ലിവ് ഇൻ ഡൽഹി. ഡിഡ് ഷീ നമ്മൾ യൂസ് ചെയ്തത് എന്ത്, ഡിഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. ഡിഡ് ഷീ എന്നുള്ളത് പോസിറ്റീവ് ടാഗ് ആണല്ലേ. Always use did or didn't to form the tag of the statement which consists of the word used to. Now look at the next point. Imperative sentences usually take will you as their tag no matter whether they are positive or negative. എന്തായിരുന്നു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഇതെല്ലാം കൺവേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നുള്ളതല്ലേ. സോ അത്തരത്തിലുള്ള സെൻറ്റൻസ് ടാഗായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വിൽ യു എന്ന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ വിൽ യു എന്ന് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് ടാഗായിട്ട്. എക്സാമ്പിൾസ് നോക്കിയേ, പാസ് ദ സാൾട്ട് വിൽ യു. ഡോണ്ട് ബി ലൈറ്റ് ഫോർ ദ ക്ലാസ് വിൽ യു. ഓപ്പൺ ദ ഡോർ വിൽ യു. ഈ 3 സെൻറ്റൻസസും നമ്മൾ കണ്ടു അല്ലേ. ഫസ്റ്റ് വൺ, പാസ് ദ സാൾട്ട്, സിമ്പിൾ സെൻറ്റൻസ് ആണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മൾ ഏതാ യൂസ് ചെയ്തത് ടാഗായിട്ട്, വിൽ യു. രണ്ടാമത്തെ എക്സാമ്പിൾ, ഡോണ്ട് ബി ലൈറ്റ് ഫോർ ദ ക്ലാസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് ആണ്, ബട്ട് വി യൂസ്ഡ് വിൽ യു ആസ് എ പോസിറ്റീവ് ടാഗ്. ഓപ്പൺ ദ ഡോർ വിൽ യു,
ഇതും എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പോസിറ്റീവ് ടാഗ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഇംപറേറ്റീവ് സെൻറ്റൻസസ് ടാഗായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് നോക്കാറില്ല. നമ്മൾ വിൽ യു എന്ന് മാത്രമാണ് രണ്ട് കേസിലും യൂസ് ചെയ്യാറുള്ളത്. We always use will you to form the tag of an imperative statement. ഇനി വേറൊരു കേസ് നോക്കിയേ. If the statement is an invitation or suggestion, they take will you as the tag. Want you is also possible to suggest more urgency. അപ്പോൾ ഇൻവിറ്റേഷൻ ഓർ സജഷൻ ഉള്ള സ്റ്റേറ്റ്മെൻറ്റിൽ വിൽ യു ആണ് നമ്മൾ ടാഗായിട്ട് ചേർക്കുന്നത്. കുറച്ചുകൂടെ ഏർജൻ്റ് ആയിട്ടുള്ള ഇൻവിറ്റേഷനോ സജഷനോ ആണെങ്കിൽ നമ്മൾ വോണ്ട് യു ടാഗായിട്ട് ചേർക്കും. എക്സാമ്പിൾസ് നോക്കാം. ഹാവ് സം കോഫി വിൽ യു, ഹാവ് സം കോഫി വോണ്ട് യു. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഏർജൻ്റ് ആയിട്ടുള്ള ഇൻവിറ്റേഷൻ ഒന്നും അല്ല അല്ലേ. ഹാവ് സം കോഫി വിൽ യു. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? ഹാവ് സം കോഫി വോണ്ട് യു. അയാൾക്ക് എന്താണ്? നമ്മളോട് ചോദിക്കുന്ന ആൾക്ക്, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് വേണ്ടെങ്കിൽ എന്താണ് അയാൾക്ക് പോവാലോ. അങ്ങനെ ഏർജൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഹാവ് സം കോഫി വോണ്ട് യു. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമ്മൾ വോണ്ട് യു ആണ് ചേർക്കേണ്ടത് കേട്ടോ. ഇനി വോണ്ട് യു യൂസ് ചെയ്യേണ്ട വേറൊരു കേസാണ് ഇവിടെ പറയുന്നത്. സിൻസ് വോണ്ട് യു ഈസ് ദ ടാഗ് ദാറ്റ് സജസ്റ്റ് ഏർജൻസി, ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ദ ടാഗ് യൂസ്ഡ് ഇൻ എൻട്രീറ്റീസ് ആൻഡ് റിക്വസ്റ്റ്. നമ്മൾ എൻട്രീറ്റീസിലും റിക്വസ്റ്റിലും ഒക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? വോണ്ട് യു ആണ് ടാഗായിട്ട് യൂസ് ചെയ്യുന്നത്. എൻട്രീറ്റി എന്ന് പറഞ്ഞാലും ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ റിക്വസ്റ്റുകളിൽ നമ്മൾ വോണ്ട് യു ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ബി കെയർഫുൾ വെൻ യു ക്ലൈംബ് ദ ലാഡർ വോണ്ട് യു. റിമെമ്പർ ടു ക്ലോസ് ദ ഡോർ വോണ്ട് യു. അപ്പോൾ ഇത് രണ്ടും എന്താണ്? റിക്വസ്റ്റുകളാണല്ലേ, ഹംബിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. സോ അതിൽ നമ്മൾ വോണ്ട് യു എന്നാണ് ടാഗായിട്ട് ചേർക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, സജഷൻസ് ബിഗിനിങ് വിത്ത് ലെറ്റേഴ്സ് യൂസ് ഷാൽ വി ആസ് ദ ടാഗ്. ഇനി ലെറ്റേഴ്സ് വെച്ചിട്ട് തുടങ്ങുന്ന സജഷൻസിൻ്റെയൊക്കെ ടാഗ് എന്തായിരിക്കും? ഷാൽ വി എന്നായിരിക്കും. എക്സാമ്പിൾസ് നോക്കിയേ. ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഷാൽ വി. ലെറ്റസ് ഹാവ് സം ടീ ഷാൽ വി. ലെറ്റസ് ഗോ ഫോർ എ മൂവി ഷാൽ വി. അപ്പോൾ മൂന്ന് എക്സാമ്പിളിലും എന്താണ്? നമ്മൾ ഷാൽ വി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുന്ന സജഷൻസ് ആണ് ഇത് മൂന്നും അല്ലേ. ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഷാൽ വി. ലെറ്റസ് ഹാവ് സം ടീ ഷാൽ വി. ലെറ്റസ് ഗോ ഫോർ എ മൂവി ഷാൽ വി. ഇതൊക്കെ എന്താണ്? സജഷൻസ് ആണ്. ലെറ്റേഴ്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ദാറ്റ്സ് വൈ വി യൂസ്ഡ് ഷാൽ വി ആസ് ദ ടാഗ് ഹിയർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. എവ്രിബഡി, എവ്രി വൺ, സംബഡി, സംവൺ, നോബഡി, no one, anyone, anybody, none, etc. take they in the tag to refer to them. അപ്പോൾ മുകളിൽ പറഞ്ഞ വാക്കുകൾ എവ്രിബഡി, എവ്രി വൺ, സംബഡി, സംവൺ, നോബഡി, നോ വൺ, എനി വൺ, എനിബഡി, നൺ, ഇത്രയും വാക്കുകൾ വെച്ചിട്ട് സെൻറ്റൻസുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളുടെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ദേ എന്ന് വെച്ചിട്ടുള്ള ടാഗായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എക്സാമ്പിൾസ് നോക്കിയേ. എവ്രിബഡി വാസ് പ്രസൻറ്റ് weren't they. Everyone played well didn't they. Nobody has eaten yet have they. Everyone is here now aren't they. എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ദേ എന്ന് പറയുന്ന പ്രോനൗൺ വെച്ചിട്ടാണല്ലേ. അപ്പോൾ എവ്രിബഡി, എവ്രി വൺ, സംബഡി, സംവൺ, നോബഡി, നോ വൺ, എനി വൺ, എനിബഡി, നൺ, ഇതിലേതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദേ എന്നുള്ള പ്രോനൗണാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കിയേ. നൺ ഓഫ് ഫോളോഡ് ബൈ എ പ്ലൂരൽ നൗൺ ഓൾസോ ടേക്സ് ദേ ഇൻ ദ ടാഗ്. നൺ ഓഫ് വെച്ചിട്ട് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ നൺ ഓഫ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലൂരൽ നൗണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ദേ എന്നുള്ള പ്രോനൗണാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കിയേ. നൺ ഓഫ് ദ ബോയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ നൺ ഓഫ് കഴിഞ്ഞതിന് ശേഷം ബോയ്സ് എന്നുള്ള പ്ലൂരൽ നൗണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ബോയ് എന്നുള്ള സിംഗുലർ നൗൺ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ബോയ്സ് എന്നുള്ള പ്ലൂരൽ നൗണാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ടാഗ് എന്തായി? ഡിഡ് ദേ എന്നാണ് കാണാനായിട്ട് സാധിച്ചത്. ദേ എന്ന് നമ്മൾ യൂസ് ചെയ്തു അല്ലേ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. നൺ ഓഫ് ദ സ്റ്റുഡൻസ് സ്റ്റഡി വെൽ ഡിഡ് ദേ. ഇവിടെയും നൺ ഓഫ് കഴിഞ്ഞതിന് ശേഷം പ്ലൂരൽ നൗണാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂരൽ നൗണാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്? ഡിഡ് ദേ, ദേ എന്ന് നമ്മൾ യൂസ് ചെയ്തു. തേർഡ് എക്സാമ്പിളിലും സെയിം ആണ്. നൺ ഓഫ് ദ ടീച്ചേഴ്സ് ടീച്ച് വെൽ ഡിഡ് ദേ. ടീച്ചേഴ്സ് എന്നുള്ള പ്ലൂരൽ നൗണ് നൺ ഓഫിന് ശേഷം കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ വി യൂസ്ഡ് ദേ ഇൻ ദ ടാഗ്. ഈ മൂന്ന് സെൻറ്റൻസുകളും എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. അതുകൊണ്ട് പോസിറ്റീവ് ടാഗാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയത്? നൺ ചേർത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി
നൺ ഓഫ് us ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സെൻറ്റൻസുകളുടെ കേസാണ് പറയുന്നത്. നൺ ഓഫ് us ടേക്സ് we ആസ് ദ സബ്ജക്റ്റ് ഓഫ് ദ ടാഗ്. നൺ ഓഫ് us wanted to come, did we? നൺ ഓഫ് us play cricket, do we? നൺ ഓഫ് us enjoyed the movie, did we? ഈ 3 എക്സാമ്പിൾസിൽ നമ്മൾ നൺ ഓഫ് us വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ us എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ കാണുന്നത് അല്ലേ. നൺ ഓഫ് us എന്നുള്ള സബ്ജക്റ്റാണ് കാണുന്നത്. സോ us എന്ന് നമ്മൾ ടാഗിൽ യൂസ് ചെയ്യില്ല. അതിന് പകരം എന്താണ്, we ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നൺ ഓഫ് us wanted to come, did we? ഇവിടെ സെൻറ്റൻസ് എന്താണ്, പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. wanted to come എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഡിഡ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഓക്സിലറി വെർബ് കാണുന്നില്ല അല്ലേ. സോ അത്തരത്തിലുള്ള കേസിൽ ഡു ഡസ് ഡിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഡിഡ് യൂസ് ചെയ്തു, ഡിഡ് വി. രണ്ടാമത്തെ എക്സാമ്പിൾ നൺ ഓഫ് us പ്ലേ ക്രിക്കറ്റ് എന്നുള്ളത് ഒരു പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ദാറ്റ്സ് വൈ വി യൂസ്ഡ് ഡു വി. 3 സെൻറ്റൻസുകളും നെഗറ്റീവാണ്. കാരണം നൺ ഓഫ് us wanted to come എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും തന്നെ വരാൻ ആഗ്രഹിക്കുന്നില്ല. നൺ ഓഫ് us പ്ലേ ക്രിക്കറ്റ്, ഞങ്ങളാരും ക്രിക്കറ്റ് കളിക്കുന്നില്ല. നൺ ഓഫ് us എൻജോയ്ഡ് ദ മൂവി, ഞങ്ങൾ ആരും തന്നെ ആ മൂവി എൻജോയ് ചെയ്തില്ല എന്നുള്ള നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ദാറ്റ്സ് വൈ വി യൂസ്ഡ് പോസിറ്റീവ് ടാഗ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സം ഓഫ് യു ടേക്സ് യു ഇൻ ദ ടാഗ്. ഇനി സം ഓഫ് യു വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ യു എന്നുള്ള ആ ഒരു പ്രോനൗണാണ് നമ്മൾ ടാഗിലും യൂസ് ചെയ്യുന്നത്. സം ഓഫ് യു ആർ അണ്ടർ ട്രീറ്റ്മെൻറ്റ്, ആർ ഇൻ യു. ഇവിടെ എന്താണ്, സം ഓഫ് യു എന്നുള്ള ആ ഒരു പ്രോനൗണ് തന്നെയാണ് നമ്മൾ ആർ ഇൻ യു എന്നുള്ള ആ ഒരു ടാഗിൽ ചേർത്തിട്ടുള്ളത് അല്ലേ. സം ഓഫ് യു ആർ സെലക്റ്റഡ് ഫോർ ദ പ്രോഗ്രാം, ആർ ഇൻ യു. സം ഓഫ് യു കംപ്ലീറ്റഡ് ദ വർക്ക്, ഡിഡ് ഇൻ യു. സം ഓഫ് യു ലവ് ദിസ് സോങ്, ഡോണ്ട് യു. സം ഓഫ് യു ലവ് ദിസ് സോങ് എന്നുള്ളതിലും സം ഓഫ് യു കംപ്ലീറ്റഡ് ദ വർക്ക് എന്നുള്ള സെൻറ്റൻസിലും നമുക്ക് ഓക്സിലറി വെർബ് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിഡ് അതുപോലെ തന്നെ ഡു എന്നുള്ള ഫോംസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടെൻസിനനുസരിച്ചിട്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് 2 എക്സാമ്പിൾസിലും ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കാണുന്നതുകൊണ്ടാണ് നമ്മൾ ആർ ഇൻ യു എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, യൂസ് ദേ ഇൻ എ ക്വസ്റ്റ്യൻ ടാഗ് വെൻ ദ സെൻറ്റൻസ് ഇൻക്ലൂഡ്സ് ദീസ് ഓർ ദോസ്. ഇനി ദീസ് ഓർ ദോസ് എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ടാഗിൽ നമ്മൾ ദേ എന്നാണ് പ്രോനൗൺ യൂസ് ചെയ്യേണ്ടത്. ദേ എന്നുള്ള പ്രോനൗണാണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾസ് നോക്കിയേ. ദോസ് ആർ യുവർ നോട്ട് ബുക്സ്, ആർ ഇൻ ദേ. ദീസ് ആർ യുവർ ഡോൾസ്, ആർ ഇൻ ദേ. ദീസ് എക്സാമ്പിൾസ് ആർ നോട്ട് ഗുഡ്, ആർ ഇൻ ദേ. അപ്പോൾ ദീസ് അല്ലെങ്കിൽ ദോസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം സാധനങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ദീസ് അല്ലെങ്കിൽ ദോസ് എന്നൊക്കെ സൂചിപ്പിക്കുന്നത് അല്ലേ. ദീസ് ആർ യുവർ ഫ്രണ്ട്സ്, ദോസ് ആർ യുവർ ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറയില്ലേ. നമ്മളൊരു ഗ്രൂപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്ലൂറൽ സെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ദേ എന്ന് പറയുന്ന പ്രോനൗണാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു കേസാണ്, യൂസ് ദ ഇൻ എ ക്വസ്റ്റ്യൻ ടാഗ് വെൻ ദ സെൻറ്റൻസ് ഇൻക്ലൂഡ്സ് ദ പ്ലസ് എ ഫോം ഓഫ് ബി. ഇനി ഒരു സെൻറ്റൻസിൽ ദർ വെച്ചിട്ടാണ് ആ സെൻറ്റൻസ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമല്ല ആ ഒരു ദർ എന്നുള്ളതിന് ശേഷം ഒരു ബി ഫോം വരുന്നുണ്ടെങ്കിൽ, ബി ഫോം എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിട്ടുണ്ട്. ബി ഫോംസ് ആർ ബി, ആം, ഈസ്, ആർ, വാസ്, വേർബ്, ബീയിങ്, ബീൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം ഈ ദറിൻ്റെ കൂടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദർ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിലൊരു പോയിന്റ് കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ വേർബ് ബി ഈസ് യൂസ്ഡ് ആസ് ആൻ ഓക്സിലറി വേർബ് ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ മെയിൻ വേർബ്. ബി ഫോംസ് എന്താണ്, നമുക്ക് ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ചില കേസിൽ മെയിൻ വേർബായിട്ട് നമ്മൾ ഈ ബി ഫോംസിനെ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സാമ്പിൾസ് നോക്കിയേ. ദർ ഈസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു, ദർ ഈസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഇവിടെ നമ്മൾ ദർ എന്നുള്ള ആ ഒരു വേർഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ബി ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണത്, ഈസ് എന്നുള്ള ബി ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ടാഗ് എങ്ങനെയാവും, ഈസ് ഇൻ ദർ. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. ദാറ്റ്സ് വൈ വി യൂസ്ഡ് ഈസ് ഇൻ ദർ ആസ് എ നെഗറ്റീവ് ടാഗ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് എക്സാമ്പിൾ, ദർ ഈസ് നോട്ട് ഇനഫ് പെട്രോൾ ഫോർ ദ ജേർണി, ഈസ് ദർ. ദർ ഈസ് നോട്ട് ഇനഫ് പെട്രോൾ ഫോർ ദ ജേർണി, ഈസ് ദർ. അപ്പോൾ ഇവിടെ നോട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റൻസ് എന്താണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ദാറ്റ്സ് വൈ വി യൂസ്ഡ് ഈസ് ദർ ആസ് എ പോസിറ്റീവ് ടാഗ്. അപ്പോൾ ദർ എന്നത് യൂസ് ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ബി ഫോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസിൻ്റെ ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദർ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി എപ്പോഴാണ് ഇറ്റ് എന്നുള്ള വേർഡ് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. യൂസ് ഇറ്റ് ഇൻ എ ക്വസ്റ്റ്യൻ ടാഗ് വെൻ ദ സെൻറ്റൻസ് ഇൻക്ലൂഡ്സ് ദ വേർഡ്സ് ദിസ് ഓർ ദാറ്റ്. ദിസ് അല്ലെങ്കിൽ ദാറ്റ് വെച്ചിട്ട് നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗണാണ് ഇറ്റ് എന്നുള്ളത്. എക്സാമ്പിൾസ്: This is your pen, isn't it? That is your bag, isn't it? That house is white, isn't it? അപ്പോൾ ഇതിലൊക്കെ എന്താണ്, നമ്മൾ ദാറ്റ് അല്ലെങ്കിൽ ദിസ് വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ടാഗിൽ എന്താണ്, ഇറ്റ് എന്നുള്ള ആ ഒരു പ്രോനൗണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, യൂസ് ഇറ്റ് ഇൻ എ ക്വസ്റ്റ്യൻ ടാഗ് when the sentence includes the words this or that. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ചില ഓക്സിലറി വേർബ്സ് എന്താണ് ചില സമയത്ത് മെയിൻ വേർബിൻ്റെ സ്ഥാനം കിട്ടാറുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അത്തരത്തിലുള്ള ഒരു കേസാണ് ഇനി പറയാൻ പോകുന്നത്. ടു എൻഡിങ്സ് ആർ പോസിബിൾ വെൻ ഹാവ് ഈസ് ദ മെയിൻ വേർബ് ഓഫ് ദ സെൻറ്റൻസ്. ഹാവ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വേർബ് ഒരു സെൻറ്റൻസിൻ്റെ മെയിൻ വേർബായിട്ട് വരുന്ന കേസസിൽ നമുക്ക് ടാഗ് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, യു ഹാവ് ഇനഫ് മണി, ഹാവിൻറ്റ് യു. യു ഹാവ് ഇനഫ് മണി, ഡോണ്ട് യു. അപ്പോൾ ഹാവ് മെയിൻ വേർബായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ ടാഗ് നമുക്ക് ഹാവിൻറ്റ് യു എന്ന് വേണമെങ്കിലും ചേർക്കാം, ഡോണ്ട് യു എന്ന് വേണമെങ്കിലും ചേർക്കാം. രണ്ടും കറക്റ്റാണ്. ഹാവിൻറ്റ് യു എന്ന് ചേർത്താൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്, ഡോണ്ട് യു എന്ന് ചേർക്കുമ്പോൾ അത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. സോ ഹാവ് മെയിൻ വേർബായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ സെൻറ്റൻസുകളുടെ ടാഗ് നമുക്ക് ഹാവിൻറ്റ് യു എന്ന് വേണമെങ്കിൽ ചേർക്കാം, ഡോണ്ട് യു എന്ന് വേണമെങ്കിലും ചേർക്കാം. രണ്ടും കറക്റ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 2 പാർട്ട് വീഡിയോസും കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഒരിക്കലും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യില്ല. എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോഴേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. എനിവേ ബൈ.